ജർജീർ എന്ന് അറബികൾ വിളിക്കുന്ന അരുകുല മലയാളികളായ നമ്മളും ജർജീർ എന്ന് തന്നെയാണ് പറയാറുള്ളത്. എന്താണ് ജർജീർ അല്ലെങ്കിൽ അരുകുല? ഇതിൻ്റെ ഗുണങ്ങൾ, ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെ അറിയുന്നതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എറുക്ക സാറ്റിവ എന്നാണ് അരുകുലയുടെ ശാസ്ത്രീയ നാമം. ഇത് ക്രൂസിഫറസ് എന്ന് അറിയപ്പെടുന്ന ബ്രാസിക്ക എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ്. ശീതകാല വിളകളിൽ പെടുന്ന ഒരു ചീലവർഗ ചെറു സസ്യമാണ് അരുകുല. ഒരു ചെറു കയ്പ് രസത്തോടു കൂടിയതും കുരുമുളകിൻ്റെ എരിവും സ്വാദും നൽകുന്ന അരുകുലയിൽ സംരക്ഷിത സസ്യ സംയുക്തങ്ങളുടെ ഉറവിടം കൂടിയാണ് നമ്മുടെ അരുകുല. പോഷക സമൃദ്ധമായ ഈ പച്ചില പതിവായി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് പല വിധത്തിലുള്ള ഗുണങ്ങൾ ചെയ്യുന്നു. എന്നാൽ അരുകുല ചില ആളുകൾക്ക് വായുവിൻ്റെയും വയറുവേദനയുടെയും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. ഇതിൽ സൾഫോറം എന്ന പദാർത്ഥത്തിൻ്റെ സാന്നിധ്യം മൂലമാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. ഇതിൽ വിറ്റാമിൻ കെ അടങ്ങിയിട്ടുള്ളതിനാൽ രക്തം നേർപ്പിക്കുന്നതിന് വേണ്ടി മരുന്ന് കഴിക്കുന്ന ആളുകൾ ഒരിക്കലും അരുകുല ഉപയോഗിക്കാതിരിക്കുക. അരുകുലയിൽ വിറ്റാമിൻ എ, സി, കെ എന്നിവയാൽ സമ്പന്നമാണ്. വിറ്റാമിൻ എ കാഴ്ച ശക്തിയെയും രോഗപ്രതിരോധ പ്രവർത്തനത്തെയും പിന്തുണയ്ക്കുന്നു. വിറ്റാമിൻ സി ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിന് സംരക്ഷിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്നു. വിറ്റാമിൻ കെ രക്തം കട്ടിയാകുന്നതിനും എല്ലുകളുടെ ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. ഈ വിറ്റാമിനുകൾ നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും ക്ഷേമത്തെയും പിന്തുണയ്ക്കുന്നതിന് സമന്വയത്തോടെ പ്രവർത്തിക്കുന്നു. ഇതിൽ ഫോളേറ്റ്, ഇരുമ്പ്, മറ്റു ധാതുക്കൾ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യകരമായ പച്ചിലയാണ് അരുകുല. കൊഴുപ്പും കലോറിയും കുറഞ്ഞതും ഉയർന്ന ആൻറ്റി ഓക്സിഡൻ്റ് ഗുണവുമുള്ളതാണ് അരുകുല. ഇത് നിങ്ങൾക്ക് തനിയായോ മറ്റ് സാലഡുകൾക്കൊപ്പമോ ഉപയോഗിക്കാവുന്നതാണ്. ചുട്ട മത്സ്യം, മാംസം, കോഴിമാംസം എന്നിവയോടൊപ്പം ഉപയോഗിക്കുമ്പോൾ ഇത് മികച്ച സ്വാദും ഗുണവും നൽകുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിക്കുന്നതിനും വിശ്വസനീയമായ ഇൻസുലിൻ പ്രതിരോധത്തിനുള്ള നാരുകളുടെ ഒരു നല്ല ഉറവിടവും കൂടിയാണ്. ഉയർന്ന ഭക്ഷ്യനാരുകൾ കൂടുതൽ വിശപ്പിൽ നിന്നും അകറ്റി നിർത്തുന്നു. എന്ന് വച്ചാൽ അമിത ഭക്ഷണം ഒഴിവാക്കാൻ കഴിയും എന്ന് ചുരുക്കം. ഇതിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പ് അഥവാ അയൺ നോൺ ഹീം ഇരുമ്പാണ്. ഇത് മൃഗ ഉൽപ്പന്നങ്ങളിൽ കാണപ്പെടുന്ന ഹീം ഇരുമ്പിനെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ ശരീരം സ്വീകരിക്കുന്നതാണ്. തക്കാളി, ബ്ലൂബെറി പോലുള്ള വൈറ്റമിൻ സി അടങ്ങിയ സലാഡുകളിൽ നിങ്ങളുടെ അരുകുല ഉൾപ്പെടുത്തുന്നതിലൂടെ ശരീരം ഇരുമ്പ് ആഗിരണം വർദ്ധിപ്പിക്കും. ഇതിൽ മെറ്റബോളിസത്തെ പിന്തുണയ്ക്കുന്ന സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കുന്നതിന് ഇത് സഹായിക്കുന്നു. പ്രമേഹമുള്ളവർക്ക് സുരക്ഷിതമായി കഴിക്കാവുന്ന ഒരു പച്ചിലയാണ് അരുകുല. പോഷക സമൃദ്ധമായ ഈ ഇലയിൽ കലോറിയും കാർബോഹൈഡ്രേറ്റും കുറവാണ്. ഇരുണ്ട നിറമുള്ള ഇലകൾ മഗ്നീഷ്യത്തിൻ്റെ നല്ല ഉറവിടമാണ്. ഇത് നിങ്ങളെ വിശ്രമിക്കാൻ കൂടുതൽ സഹായിക്കുന്നു. മാത്രമല്ല നിലക്കടല, പരുത്തിക്കുരു, മരപ്പയർ, പരിപ്പ് തുടങ്ങിയവയിൽ കാണപ്പെടുന്ന ചിലതരം കുമിൾ ഉൽപ്പാദിപ്പിക്കുന്നത് അരുകുല തടയുന്നുണ്ട്. അരുകുല നാരുകൾ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിങ്ങളുടെ വയറ് നിറഞ്ഞിരിക്കുന്നതായി അനുഭവപ്പെടുകയും ചെയ്യുന്നു. തൽഫലമായി മറ്റ് ഭക്ഷണങ്ങൾ കുറയ്ക്കുന്നതിലൂടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ സന്തുലിതമാക്കി കൊണ്ടുപോകാനും ഇത് നിങ്ങളെ സഹായിക്കുന്നു. ഇത്തരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വിറ്റാമിനുകളും പോഷണങ്ങളും ഉള്ളതാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ മരുന്നുകളിൽ നിന്നും മോചനം നേടുന്നു. പ്രത്യേകിച്ച് സപ്ലിമെൻറ്റുകളോ മരുന്നുകളെ ഒന്നും കഴിക്കാതെ തന്നെ നമുക്ക് എന്തെങ്കിലും കുറവുണ്ട് എന്ന സംഗതികൾ ഭക്ഷണത്തിലൂടെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റിലേക്ക് ഒക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി എത്തിച്ചേരുമ്പോഴേക്കും വിട പറ്റിക്കൊള്ളട്ടെ. നന്ദി.